So like finally, I get to watch this movie called Thudidim from Mohanlal. Yeah, ഗൈസ് തിയേറ്റർ അത്ര ഫുള്ളി പാക്ഡ് ഒന്നും ആയിരുന്നില്ല. നമ്മുടെ ഫ്രണ്ട് റോയിൽ ആർക്കും ഇരിക്കാൻ താല്പര്യമില്ല. ചാരി കിടന്ന് കാണാൻ പറ്റിയ സീറ്റുകളൊക്കെ ആയിരുന്നു. ഞാൻ തിയേറ്ററിൽ പോയപ്പോഴൊക്കെ ഇതൊക്കെ ചാരി ഇരിക്കുന്ന സീറ്റുകളുണ്ട്, എന്നിട്ട് അത് ഒഴിവായിരുന്നു. ബിക്കോസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അവന്മാർ പറഞ്ഞില്ല ഇത് ചാരി കിടക്കാൻ പറ്റിയ സീറ്റുകളാണെന്നുള്ളത്. ബട്ട് എനിവേ, ദാറ്റ് ഈസ് നോട്ട് വാട്ട് വി ഹിയർ ടു ടോക്ക് അബൌട്ട്. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ മൂവി ഗൈസ്. തുടരും. എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് തുടരുമെന്ന് നാമം വന്നതോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ലൈക്ക് ഒരു ഇതും കിട്ടുന്നില്ല. ചിലപ്പോൾ ഇനി ഡയറക്ടർ ഉദ്ദേശിച്ചതാണോ എന്നറിയില്ല. ഇതിനൊരു സീക്വൽ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തുടരും എന്നിട്ടുണ്ടായിരിക്കാം. ദ ഡയറക്ടർ ഇസ് ടോട്ടലി മം അബൌട്ട് ദ സീക്വൽ വരാനുള്ള ഒരുപാട് ഗ്യാപ്സ് കേട്ടിട്ടാണ് ഈ സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദി ഡയറക്ടർ and the story writer and the producer for bringing Shobana to അഭിനയിക്കൽ in the Mollywood back. അങ്ങനെ പഴയ കാലഘട്ടത്തിൽ ആ സിനിമകളൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് നൊസ്റ്റാൾജിക്കായിട്ട് ഉള്ളിലേക്ക് പോകുന്നു. കാരണം ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരുപാട് മോഹൻലാലിൻ്റെ AI ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണെന്ന് തോന്നും. ബട്ട് എന്തോ ആ പടങ്ങളൊക്കെ കാണുമ്പോൾ, ആ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജി അങ്ങനെ അടിച്ചു കയറി റോക്കറ്റ് വിട്ട പോലെ കൈസ്. ഭയങ്കര ഓഫ് എന്തായിരുന്നു. ആൻഡ് തുടക്കത്തിൽ ഈ ഒരു ജംഗിൾ സീൻ കാണിക്കുന്നുണ്ട്, ഒരു കാട്, മല, പെട്ടെന്നൊരു ശബ്ദത്തോട് കൂടിയിട്ട്. സോ ലൈക്ക് ദ ഡയറക്ടർ ആൻഡ് ദി സൗണ്ട് എഫക്ട്സ് ഗൈ നോസ് ഹൗ ടു യൂസ് ദിയർ സ്കിൽസ് ഓഡിയൻസിൻ്റെ അറ്റൻഷൻ പിടിച്ച് വരുന്നത്. അങ്ങനെ ഇൻ്റർവെൽ കഴിഞ്ഞപ്പോഴും പെട്ടെന്നൊരു വലിയ ശബ്ദത്തോട് കൂടിയിട്ടാണ് അടുത്ത സീൻ ആരംഭിച്ചത്. സോ ലൈക്ക് കം ബാക്ക് ടു ദ മൂവി എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ആൻഡ് ഒരു എന്താ പറയുക, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ട് ഹെമിസ്ഫിയറിൽ നിൽക്കുന്ന പോലെ. ലൈക്ക് ഫസ്റ്റ് ഹാഫ് നായകൻ്റെ കുടുംബജീവിതം, അതിൽ നടക്കുന്ന ചില തമാശകളും അതിലൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകുന്ന രീതിയിലേക്ക് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് നമ്മുടെ വില്ലൻ ഒന്ന് പോകരുത്, യെസ് ദിസ് ഈസ് എ ന്യൂ ഗൈസ് വെൽക്കം ടു മോളിവുഡ്, ദിസ് ഈസ് എ ന്യൂ വില്ലൻ എന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷിനെ അവതരിപ്പിച്ചു. ആൻഡ് കക്ഷി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. ലൈക്ക് ഹി ഹാസ് ദ വോയിസ് ഓഫ് ഷമി തിലകൻ, കറക്റ്റ് ഡിക്റ്റോ, പക്ഷേ രൂപം വ്യത്യാസമുണ്ട്. ആൻഡ് വി നെവർ ഗെസ്റ്റ് ലൈക്ക് ഹീസ് ദ ഗായ്, ഹീസ് ദ വില്ലൻ. ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല, റിവ്യൂസ് മാത്രമേ കണ്ടിട്ടാണ് പോയത്. സോ ഐ ഡിഡ്ന്റ് നോ ഹീസ് ദ വില്ലൻ ആൻഡ് ഐ വാസ് ടോട്ടലി ടേക്കൺ ബാക്ക്. ലൈക്ക് എങ്ങോട്ടൊക്കെയാണ് കഥ പോകുന്നത് ആൻഡ് ഹൂസ് ദ ഡെഡ് ഗായ്, ആ ബോഡി ആരുടെയാണെന്നുള്ളൊരു ഊഹം ഫസ്റ്റ് ഹാഫ് എപ്പിസോഡ് കൂടി തന്നെയൊക്കെ പറയുന്നുണ്ട്. ബട്ട് എന്താ പറയുക, 3 പേരുടെ ലൈക്ക് മനു, മറ്റവൻ, ഇവൻ, അവൻ, യെസ് 3-4 പേരുടെ പേരുകളും രൂപങ്ങളും എന്താ പറയുക ഓഡിയൻസിന് ഇട്ടെറിഞ്ഞ് കൊടുക്കുകയാണ് നമ്മുടെ സ്റ്റോറി റൈറ്റർ, ഡയറക്ടർ, വോട്ടെവർ ഡയറക്ടറാണെന്ന് തോന്നി. യെസ് ഇവനാണോ നമ്മളെല്ലാവരും എന്താ ഊഹിച്ച് എടുക്കണം. ഇന്ന കക്ഷിയാവാം കാരണം ഇന്ന കക്ഷിയാവാം കാരണം ഇന്ന കക്ഷിയാവാം കാരണം ഇവൻ നായകൻ്റെ വണ്ടിമ ഇങ്ങനെ ചാരി നിൽക്കുന്നതാണ്, ചിലപ്പോൾ അവനായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാരണങ്ങൾ. സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ഹാഫോട് കൂടിയിട്ടാണ് ആരാ മരിച്ചതെന്ന് റിവീൽ ചെയ്യുമ്പോൾ ആ പേഴ്സൺ ഒന്ന് തുറക്കുമ്പോൾ ഓ എങ്ങനെ, എന്തിനി, എപ്പോൾ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങി തുടങ്ങും. പിന്നെ നമ്മൾ നായകൻ്റെ ഒപ്പം ഇങ്ങനെ പ്രതികാരം ചെയ്യാനായിട്ട് ഓഡിയൻസും അതിൻ്റെ ഒപ്പം ചാടി കയറി ഇങ്ങനെ ഇറങ്ങും. ബ്രില്യൻറ്റ് സ്റ്റോറി ലൈൻ, ബ്രില്യൻറ്റ് സിനിമ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ സ്ഥിരം കണ്ടുപിടിച്ച ഓർഡിനറി ത്രെഡ് ലൈൻ, ഓർഡിനറി സ്റ്റോറി തന്നെയാണ്. പക്ഷേ as I said before, this is ഓഡിയൻസിനെ പുള്ള് ചെയ്ത് പിടിച്ചിരുത്തി സിനിമയെ കുറിച്ച് നല്ലത് പറയിപ്പിക്കാൻ ദീസ് ഗൈസ് നോ ദെയർ ജോബ് വെരി വെൽ. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് വേണം പോയി കാണാതെ. ഇറ്റ്സ് എ ലാൽ ഫിലിം, ഇറ്റ്സ് എ മോഹൻലാൽ ഫിലിം. സോ ഒബ്വിയസ്ലി യു നീഡ് ടു ഗോ ടു തിയേറ്റർ ടു വാച്ച് ഇറ്റ്. OTT റിലീസിന് വേണ്ടി കാത്തിരിക്കരുത് എന്നാണ് ഇന്നൊരു രീതി. തിയേറ്റേഴ്സ് ആർ ലൈക്ക് സീറ്റ് ഇപ്പം അവൈലബിൾ ആണ്. ആൻഡ് ബ്രില്യൻറ്റ് മേക്കിംഗ് ഗൈസ്, ബ്രില്യൻറ്റ് മേക്കിംഗ്. എങ്ങനെ ഒപ്പിച്ചെടുത്തു എന്നുള്ളത് ടോട്ടലി. ആൻഡ് ഐ എം വെരി ഹാപ്പി ശോഭന നടീനൊക്കെ തിരിച്ച് വരാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് തിങ്. ആൻഡ് നേരത്തെ പറഞ്ഞില്ല, പല സിനിമകളും, മമ്മൂട്ടിയുടെ പല സിനിമകളും പിന്നെ മോഹൻലാലിൻ്റെ പല സിനിമകളുമായി ഫേമസും പിന്നെ ട്രോളുമായി മാറിയ ചില ഡയലോഗ്സൊക്കെ ഇതിലിങ്ങനെ തമാശ രൂപേണ കാണിക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഡാൻസ് സ്റ്റെപ്പ് തമാശ രൂപേണയൊക്കെ കാണിക്കുന്നുണ്ട്. സോ അതൊക്കെ എന്താ പറയുക, കോമഡി ഇഷ്ടം പോലെ അവിടെ ഇവിടെയൊക്കെ വാരി വിതറി ഇട്ടിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഒന്ന് ചിന്തിച്ച് നോക്കണം, മോഹൻലാലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്.
ആൻഡ് യെസ് സ്പീക്കിംഗ് അബൌട്ട് ദ വിച്ച് ഈ സമയത്ത് തന്നെയാണ് എമ്പുരാനും തിയേറ്ററിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസായെങ്കിൽ കൂടിയും യു സി എമ്പുരാൻ വേറൊരു ഹെമിസ്ഫിയറിലും തൊടിലും വേറൊരു ഹെമിസ്ഫിയറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് എമ്പുരാൻ ഇസ് ലൈക്ക് എ ഡോൺ മൂവി. ഇത് തികച്ചും എന്താ പറയുക, റിവ്യൂവേഴ്സ് പറയുന്ന പോലെ ഓഡിയൻസ് കാത്തിരുന്ന മോഹൻലാൽ സിനിമ, ലൈക്ക് കക്ഷി ഒരു കുടുംബനാഥൻ്റെ റോളിൽ ചെയ്യുന്ന ഒരു സിനിമ മലയാളി പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു റോളാണത്ര. ആൻഡ് യെസ് തിയേറ്ററിൽ ചെന്നപ്പോൾ ഏറെക്കുറെ കണ്ടതും ഫാമിലീസ് തന്നെയൊക്കെ തന്നെ ആയിരുന്നു. സോ ഐ തിങ്ക് റിവ്യൂവേഴ്സ് വർ റൈറ്റ് ഓൺ ദ ഡയലോഗ്. സോ ഗൈസ് കൂടുതൽ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ മോഹൻലാൽ മൂവി. ഇറ്റ്സ് സംതിങ് വിച്ച് worth watching it in the theater, of course. So don't waste your time. Go ahead and watch this masterpiece. Idum Empuran, yes, obviously Empuran is also something other masterpiece. വളരെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ ക്യാമറ സീൻസ് എമ്പുരാൻ്റെ. സോ ഗൈസ് ഇത്രേ പറയാനുള്ളൂ. കൂടുതൽ ഇങ്ങനെ പൂലിപ്പിച്ചിട്ട് എയറിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല. ദിസ് ഈസ് സംതിങ് യു ഷുഡ് വാച്ച്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് ആയിപ്പോൾ, ബിക്കോസ് അബൌട്ട് ദ ഡെഡ് ബോഡി, പിന്നെ ആ ബ്ലൂപ്പേഴ്സും മമ്മൂട്ടി ഡാൻസൊക്കെ ഓൾറെഡി ഗേവ് യു സംതിങ്. ആൻഡ് സ്പീക്കിംഗ് അബൌട്ട് ദ വില്ലൻ, യെസ് ഐ നെവർ ന്യൂ ഹീ ഈസ് ഗോൺ ടു ബി ദ വില്ലൻ. ലൈക്ക് ടോട്ടലി എന്താ പറയുക, എനിക്കറിയില്ലായിരുന്നു പക്ഷേ ആണ് വില്ലൻ എന്നുള്ളത്. സെക്കൻഡ് ഹാഫോട് കൂടിയിട്ടാണ് യെസ് അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ചിന്തിച്ചു തുടങ്ങും. യെസ് ഇഫ് ദ ഡെഡ് ഗൈ ഇസ് ദിസ് ഗൈ, എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു, എപ്പോൾ കൊന്നു, ബോഡി എങ്ങനെ അവിടെ എത്തി ഇവിടെ എത്തി, ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ വന്നു. ആൻഡ് ദ ഡയറക്ടർ ഇസ് ഓൾസോ ബ്രില്യൻ. ലൈക്ക് ഇത് ഇഷ്ടം പോലെ എക്സ്പ്ലനേഷൻ സീൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് സ്കിപ്പ് ചെയ്യുക. കാരണം ഇത് ഓൾറെഡി പഴയ മൂവീസിലൊക്കെ വന്നു പോയ സീൻസാണ്. സോ ഇറ്റ്സ് ലൈക്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് നോർമലി. ലൈക്ക് ഓഡിയൻസ് ഇതൊക്കെ മനസ്സിലാക്കി കാണണം എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സീനിലേക്ക് വന്നു എന്നുള്ളത്. സോ ലൈക്ക് ആ ഒരു ഫാസ്റ്റ് ഫോർവേഡും എനിക്കൊരു സിനിമയിൽ ഫീൽ ചെയ്തു. പക്ഷെ അതൊരിക്കലും എന്താ പറയുക സിനിമേനെ ബാധിച്ചിട്ടില്ല. ലൈക്ക് സിനിമയുടെ ആ ഒരു ലാഗ് ഫീല് ആൾ ബ്രില്യൻ്റായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഗൈസ് കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, ഇത് ചെന്ന് കാണാം. ദിസ് ഇസ് സംതിങ് വിച്ച് വി നീഡ് ടു സി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മൂവി റിവ്യൂമായിട്ട് വരാം. ആസ് യൂഷ്വൽ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. അത് വരയ്ക്കും തള്ളേ തമ്പി വണക്കം വണക്കം.